ഹായ്, എല്ലാവർക്കും നമസ്തേ. ഞാൻ സിന്ധു സതീശൻ. ഇപ്പോൾ ഡൽഹിയിൽ നടക്കുന്ന ഈ സമരത്തെക്കുറിച്ച് എല്ലാവർക്കും ഏകദേശം ഒരു ധാരണയായിട്ടുണ്ട്. ബോധമുള്ള ആൾക്കാർക്ക് ധാരണയായിട്ടുണ്ട്. ഇത് ഏത് രീതിയിലാണ്, എങ്ങനെ പോകുന്നതൊക്കെ മനസ്സിലായിട്ടുണ്ടാവും അല്ലേ? പിന്നെ ചില ആൾക്കാർ കണ്ണടച്ച് ഇരുട്ടാക്കുകയാണെങ്കിൽ പിന്നെ അവരെ ആ ഇരുട്ടിൽ നിന്ന് ഇപ്പോൾ വെളിച്ചമാണെന്ന് പറഞ്ഞ് നമുക്ക് പറയാനൊന്നുമില്ല. അവർ ഇരുട്ടാണെന്ന് തന്നെ വിശ്വസിക്കും. ഡൽഹിയിൽ നടക്കുന്ന ഈ സമരം എന്ന് പറയുന്നത് നീറ്റ് പരീക്ഷയായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. ഒരു കണക്കിൽ നോക്കുമ്പോൾ നമ്മൾ ജനാധിപത്യപരമായ രീതിയിൽ ചിന്തിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു ദേശബോധത്തോട് ചിന്തിക്കുകയാണെങ്കിൽ ഈ സമരം എത്രത്തോളം മൂല്യമുള്ളതാണ് എന്ന് നമുക്കൊക്കെ മനസ്സിലാവുന്നത് ഇതുപോലുള്ള കുട്ടികൾ പറയുമ്പോഴാണ്. ഈ കുട്ടി പറയുന്നത് നോക്ക്, എത്ര മൂല്യമുള്ള എത്ര അർത്ഥവത്തായ വാക്കുകളാണെന്ന്. കേൾക്ക്. ये बच्चा लोग तुम लोग भी आए प्रोटेस्ट में शामिल होने के लिए? कहाँ से आए हो? मारने के लिए। किसको? वो मोदी को आए मोदी ने क्या बिगाड़ दिया? टट्टी लगा के चाटा मारूंगा। क्या बोला क्या बोला? टट्टी लगा के चाटा मारूंगा। तुम मारोगे मोदी को? क्या नाम है तुम्हारा? क्या नाम है तुम्हारा? उसने मेरे पैसे चोरी कर लिए। मोदी मोदी तुम्हारे पैसे चोरी कर लिए। कितना पैसा कमाया आज तक? क्या करते हो बताओ, क्या करते हो? बैलून बेचते हैं। बैलून बेच बेच के कितना रखे थे तुम्हारे पैसे मोदी ने चुरा लिए? हाँ हाँ, उसने बेच लिए, हाँ? चोरी कर लिया। मैंने पूछा ना कि बैलून बेच बेच करके कितने पैसे कमाए थे जो मोदी चोरी कर लिया? 200,000। 200,000 बहुत बड़ी रकम है। पढ़ाई करते हो? पढ़ाई करते हो? किस क्लास? 2 क्लास। 2 का पढ़ा सुनाओ। नहीं आता। गिनती सुनाओ, गिनती हाँ? गिनती 1 2 3 4 5 6 7 8 9 10। और आगे सुना 10 के बाद 20। के बाद കണ്ടോ? അപ്പോൾ ഇതുപോലുള്ള ഞാഞ്ഞൂലുകളാണ് ഏറിയ പങ്കും ഒരു 90% ഈ പ്രൊട്ടസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ആ ജന്തർ മന്ദിറിൽ സമരം ചെയ്യാനായിട്ട് എത്തിയവർ. ഇവരൊക്കെയാണ് ഇവിടെയുള്ള ടോവിനോ തോമസിനെ പോലുള്ള, അതുപോലെ തന്നെ കുഞ്ചാക്ക ബോബനെ പോലുള്ള, രഞ്ജിനി ഹരിദാസിനെ പോലുള്ള, ജോജുവിനെ പോലുള്ള, വേറെ ആരാണ്, വേറെ ആരൊക്കെയുണ്ട്, മമ്മൂട്ടിയെ പോലുള്ള. ദുൽഖർ സൽമാനെ പിന്നെ ഒഴിവാക്കിയതാണ്. അയാള് ഒരു സെലക്റ്റീവായ കാര്യങ്ങളിൽ മാത്രമേ പ്രതികരിക്കാറുള്ളൂ. ഇതുപോലുള്ള ഫേക്കായിട്ട് വരുന്ന വിദ്യാർത്ഥിയുടെ പേരും പറഞ്ഞിട്ട് വിദ്യാർത്ഥിയുടെ ലേബൽ ഒട്ടിച്ചുകൊണ്ട് ഇങ്ങനെ തീവ്രവാദം നടത്തുന്ന അല്ലെങ്കിൽ ഈ പൊതുജനങ്ങൾക്കിടയിൽ തെറ്റിദ്ധാരണ പരത്തുന്ന ആൾക്കാരാണ്. അവരെയാണ് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നത്. ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നതിന്, നിങ്ങൾ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുമ്പോൾ ഭാവിയിൽ വലിയൊരു വില നൽകേണ്ടി വരും. ഓർമ്മയിരിക്കട്ടെ.